എല്ലാ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +2 പബ്ലിക് എക്സാം 2025 പേപ്പർ വാല്യുവേഷൻ മറ്റന്നാൾ ഏപ്രിൽ 3 മുതൽ ആരംഭിക്കുകയാണ്. പല വിദ്യാർത്ഥിനികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ്, പേപ്പർ വാല്യുവേഷൻ ലിബറൽ ആണോ, വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആണോ എന്നുള്ളത്. വിദ്യാർത്ഥികൾ ചോദിച്ചതിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +2 പബ്ലിക് എക്സാം 2025 പേപ്പർ വാല്യുവേഷൻ മറ്റന്നാൾ ഏപ്രിൽ 3 മുതൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വാല്യുവേഷൻ ആരംഭിക്കുകയാണ്. വാല്യുവേഷൻ ലിബറൽ ആണോ, വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആണോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. പ്രിയ വിദ്യാർത്ഥിനികൾ മനസ്സിലാക്കേണ്ടത് വാല്യുവേഷൻ ലിബറൽ ആണ്. നമ്മുടെ കേരളത്തിൽ +2 വാല്യുവേഷന് വേണ്ടി നിലവിൽ അധ്യാപകർ എടുക്കുന്ന വാല്യുവേഷൻ ലിബറൽ വാല്യുവേഷനാണ്. സ്ട്രിക്റ്റഡ് വാല്യുവേഷൻ അധ്യാപകർ എടുക്കാറില്ല എന്നത് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾ എഴുതിയ മാർക്ക് നിങ്ങൾക്ക് കിട്ടും, എന്നാൽ നിങ്ങൾ ഓവറായിട്ട് മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യുകയും വേണ്ട. അതായത് ഉദാഹരണം ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു 80 മാർക്കിൻ്റെ എക്സാമിൽ ഒരു 30 മാർക്കിൻ്റെയാണ് നിങ്ങൾ എഴുതിയെങ്കിൽ ഒരു 30 മാർക്കൊക്കെ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. പക്ഷെ അതിൽ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടത്, അത് നിങ്ങൾ എഴുതിയ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. വേറൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ജയിക്കാൻ നിങ്ങൾക്ക് 24 മാർക്ക് വേണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 22 ഒക്കെ ഉള്ളെങ്കിൽ ചിലപ്പോൾ എങ്ങനെയും ഇത് 24 ആക്കി തരും. എന്നിങ്ങനെയല്ലാതെ കൂടുതൽ മാർക്കൊന്നും വിദ്യാർത്ഥികൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ചിലപ്പോൾ ജയിക്കാൻ ഒരു 2 മാർക്കൊക്കെ കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും മാർക്കിടാൻ വല്ല ഓപ്ഷനും ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് തരും. ഏതായാലും ലിബറൽ വാല്യുവേഷനാണ്, സ്ട്രിക്റ്റ് വാല്യുവേഷൻ ഉപയോഗിക്കാറില്ല. എന്തായാലും വിദ്യാർത്ഥികൾ ചോദിച്ചതിനുള്ള ഉത്തരമായി വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് ക്രിത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.